സൂപ്പർ ഹീറോയുടെ സിനിമ എന്നുള്ള നിലയ്ക്ക് സ്പൈഡർമാൻ ബ്രാൻഡിയുടെ ഒരു ലെവല് നമ്മൾ വിചാരിക്കും. അവഞ്ചേഴ്സ് ഡൂംസ്ഡേക്ക് മുന്നേ വരാൻ പോകുന്ന ഏറ്റവും വലിയ മാർവലിന്റെ ഇമ്പോർട്ടൻറ്റ് സിനിമ. അവഞ്ചേഴ്സ് ഡൂംസ്ഡേക്ക് മുമ്പ് ഒരു സിനിമ വരാൻ പോകുന്നുണ്ടെങ്കിലും ഇത് മാർവലിന്റെ ചരിത്രത്തിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു വ്യക്തിഗത സൂപ്പർ ഹീറോയുടെ സിനിമ എന്നുള്ള നിലയ്ക്ക് സ്പൈഡർമാൻ ബ്രാൻഡിയുടെ ഒരു ലെവല് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ മേലെ. കാരണം ആദ്യമായിട്ടാണ് ഒരു സ്പൈഡർമാന്റെ 4ാമത്തെ സിനിമ വരുന്നത്. മെയിൻ ക്യാരക്ടർ ടോബിക്ക് 3ഉം ആൻഡ്രൂവിന് 2 കിട്ടിയിട്ടുള്ളൂ. അതും എന്താ ആൻഡ്രൂവിനൊക്കെ 3ാമത്തെ സിനിമ നമ്മൾ കെഞ്ചുമ്പോഴാണ് ഇയാൾക്ക് ടോബിയുടെ 4ാമത്തെ സിനിമ ഇവര് ഇവരും കൂടി അത് ഇതായി പോയതുമാണ്. അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ടോം ഹോളണ്ട് സ്പൈഡർമാന്റെ പ്രശസ്തി കൂട്ടിയിട്ടേ ഉള്ളൂ. അത് എങ്ങനെയൊക്കെ ആൾക്കാർക്ക് അത് അംഗീകരിക്കാൻ താല്പര്യം ഇല്ലെങ്കിലും അയാൾ സ്പൈഡർമാനെ മേലേക്ക് എത്തിച്ചിട്ട് തന്നെ ഉള്ളൂ. അതിൽ സംശയമൊന്നുമില്ല. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല ക്യാരക്ടേഴ്സിനെയും മാർവലിലത്തെ മിക്സ് ചെയ്തിട്ട് സ്പൈഡർമാൻ ആ സിനിമാറ്റിക് യൂണിവേഴ്സിൽ തന്നെ ഏറ്റവും വലിയ ക്യാരക്ടറുകളിൽ ഒന്നായിട്ടും നല്ലൊരു അവഞ്ചറായിട്ടും ഭയങ്കരമായിട്ട് കാണിച്ചിരിക്കുന്നതാണ് കുട്ടികൾക്ക് ഇഷ്ടമുള്ള സ്പൈഡർമാൻ. ആ പേര് നമുക്ക് ഭയങ്കര പരിചിതമാണ്. ഇപ്പൊ മാർവലിന്റെ തന്നെ ഒരു ഷാങ്ചി പോലൊരു സിനിമ ഉണ്ട്. അപ്പൊ ഷാങ്ചി കണ്ട ആൾക്കാർക്ക് അറിയാം, ലൈവ് ആക്ഷന് ഒരു ഭംഗിയില്ലാത്ത സിനിമയാണ്. ഇപ്പൊ സ്പൈഡർമാന്റെ നമ്മൾ ട്രെയിലേഴ്സ് കാണാൻ തുടങ്ങിയ മുതൽ തന്നെ സ്പൈഡർമാന്റെ ട്രെയിലറുകളിൽ തന്നെ നമുക്ക് ഒരുപാട് മികച്ച ഫൈറ്റ് സീൻസ് കാണുന്നുണ്ട്. അപ്പൊ സ്പൈഡർമാന്റെ ഈ 4 സിനിമകൾ, ഇപ്പൊ 4ാമത്തെ സിനിമകൾ തന്നെ ഇവരെ എഴുതി വന്നിട്ടുള്ള സോമേഴ്സും ആർത്തർ ടിൻസും കൂടി തന്നെയാണ് ഇതിന്റെ ഇത് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഈ സിനിമ ഇന്ത്യയിലും വളരെ വിജയമായി മാറുന്നതാണ് ഇപ്പൊ നമ്മൾ കേരളത്തിലും. ഷാങ്ചിയുടെ സംവിധായകനായിട്ടുള്ള ഡസ്റ്റിൻ ഡാനിയൽ ക്രീറ്റനാണ് ഈ സിനിമയുടെ സംവിധായകൻ എന്നുള്ളതാണ് ആദ്യത്തെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ പീറ്റർ പാർക്കറിന്റെ ആക്ഷൻ ചെയ്യുന്ന ശൈലിയിൽ ഭയങ്കരമായിട്ടുള്ളൊരു വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ട്രെയിലറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് ക്ലാസ് ആയിട്ടുള്ള ജാക്കി ചാന്റെ സ്റ്റണ്ട് ടീമാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജാക്കി ചാൻ ഓൾറെഡി സെറ്റ് വിസിറ്റ് ചെയ്തതിന്റെ ന്യൂസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ പ്രിസൺ ഫൈറ്റ് ഒക്കെ കാണാൻ വേണ്ടി ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ സിനിമകളെ സംബന്ധിച്ചിടത്തോളം ഈ CGI അതുപോലെ തന്നെ മോഷൻ ക്യാപ്ചർ ഒക്കെ ഉപയോഗിക്കുന്നതിന് പകരം റിയൽ ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ആണ് ടോം ഹോളണ്ട് അദ്ദേഹത്തിന്റെ ഡ്യൂപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ പണിഷർ, ആ ടാങ്കുമായിട്ടുള്ളൊരു സ്ട്രീറ്റ് ലെവൽ ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട്. അത് സിനിമയിലത്തെ ആക്ഷൻ സീക്വൻസുകൾക്ക് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള എലമെന്റ് കൊണ്ടുവരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. സിനിമയിൽ എടുത്തു പറയേണ്ട കാര്യം സിനിമയുടെ ഒറിജിനൽ കാസ്റ്റ് ആണ്. ടോം ഹോളണ്ട്, സെൻഡയ ജേക്കബ്, ഇവർ 3 പേരായിരുന്നു ഇതിന് മുമ്പത്തെ മാർവൽ സിനിമകളിൽ സ്പൈഡർമാന്റെ ഒപ്പം ഉണ്ടായിരുന്നത്. ഇവർ ഈ സിനിമയിലും വരുന്നുണ്ട്. ഇതിനു മുമ്പത്തെ സ്പൈഡർമാൻ സിനിമയിൽ ഒരു ക്യാമിയോ റോൾ കൊടുത്തു പോയിട്ടൊരു ക്യാരക്ടറായിരുന്നു ഡെയർ ഡെവിൽ എന്ന് പറയുന്നത്. പുള്ളിക്ക് മാരക ഫാൻ ബേസ് ആണ് ഉള്ളത്. അതായത് നമ്മൾ കഴിഞ്ഞ വട്ടത്തെ സ്പൈഡർമാൻ പടം കണ്ടപ്പോൾ പുള്ളിയുടെ ഇൻട്രൊഡക്ഷൻ കിട്ടിയ കയ്യിൽ ചില്ലറായിരുന്നില്ല. ഇപ്പൊ സീരീസിനെ വെച്ച് നോക്കുമ്പോൾ ഡെയർ ഡെവിൽ ഇപ്പൊ ജയിലിലാണ് ഉള്ളത്. ദ ഹാൻഡിനായിട്ടുള്ള ഫൈറ്റ് സീൻ ജയിലിലാണെന്നാണ് തോന്നുന്നത്. അപ്പൊ എന്തായാലും ആ ഫൈറ്റ് സീനിൽ ഒരു പക്ഷെ പുള്ളിനെ കണ്ടു കഴിഞ്ഞാൽ കിട്ടാവുന്ന ഒരു അഡ്രിനാലിൻ റഷ് ചില്ലറായിരിക്കില്ല. അതുപോലെ തന്നെ സിനിമയിൽ നെഗറ്റീവ് റോൾ ചെയ്യുന്നത് സൈഡി സിംഗ് ആണ്. അത് ജീൻ ഗ്രേ ആണെന്നാണ് ഇപ്പൊ വരുന്ന റൂമറുകൾ. ഒരുപക്ഷെ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി ഇനി വരാൻ പോകുന്ന അവഞ്ചേഴ്സിന്, ഡൂംസ്ഡേ, സീക്രട്ട് വാഴ്സ്, എക്സ്മെൻ, ഇനി വരാൻ പോകുന്ന മ്യൂട്ടൻസ് സാഗയിലൊക്കെ അവരെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കാസ്റ്റിംഗിൽ എടുത്ത് പറയേണ്ടതാണ് കോമിക് അക്യുറേറ്റ് ക്യാരക്ടേഴ്സ്. അതിലെടുത്ത് പറയേണ്ടത് സ്കോർപ്പിയൻ ആണ്. സ്കോർപ്പിയൻ ഇതിനു മുമ്പ് ഹോം കമ്മിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഈ സിനിമയിലെ കാണുന്നത്. അത് സ്കോർപ്പിയന്റെ എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കോർപ്പിയനെ എടുത്തിട്ട് അടിക്കുന്ന സ്പൈഡർമാനാണ് നമ്മൾ ഫസ്റ്റ് ട്രെയിലറിൽ കണ്ടത്. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ടത് നമ്മൾ ഫസ്റ്റ് ട്രെയിലറിൽ കണ്ട 2 ക്യാരക്ടേഴ്സ്, ഒന്ന് ബൂമറാങ്ങും അതുപോലെ തന്നെ ടറാന്റുലെ. ബൂമറാങ് ആ അദ്ദേഹത്തിന്റെ ഒരു കോമിക് അക്യുറേറ്റ് ലുക്കിൽ തന്നെ വന്നിട്ടുള്ളത്. ആ ഒരു ബൂമറാങ് എടുത്ത് എറിയുന്നതും അതുപോലെ തന്നെ ടറാന്റുല ആ ഒരു ബൂട്ട് കൊണ്ട് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒഫീഷ്യൽ കാസ്റ്റിലുള്ളതും ഒരു ലീക്ക്ഡ് ഫുട്ടേജും വന്നിട്ടുണ്ടായിരുന്നു. ടോം സ്റ്റോൺ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ, അതും കോമിക് അക്യുറേറ്റ് ക്യാരക്ടർ തന്നെയാണ്. അപ്പൊ ഇവരൊക്കെ സ്പൈഡർമാന്റെ വില്ലന്മാരാണ്. അപ്പൊ ഇതിൽ ഏതാ മേജറിൽ നിന്നൊക്കെ കൺഫേം ആയിട്ടുള്ള ഇതുവരെയായിട്ടും. പക്ഷെ എന്തായാലും ഇവരേറ്റൊക്കെയുള്ള ഫൈറ്റ് സീൻസ് കൺഫേംഡ് ആണ് സിനിമയിൽ. 275 മില്യൺ തൊട്ടിട്ട് 300 മില്യന്റെ ഇടയിലാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് വരുന്നത്. ഒരു സ്പൈഡർമാൻ ഫിലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ബഡ്ജറ്റാണ്. കാരണം നോവേ ഹോമിന് പോലും ഇത്ര ബഡ്ജറ്റ് ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതിന്റെ ബോക്സ് ഓഫീസ് പ്രൊഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യുഗ്രനാണ്. കാരണം അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന്റെ ഓപ്പണിംഗ് വീക്കെൻഡ് കളക്ഷൻ ഇതിന് വരുന്നു ഇപ്പൊ തന്നെ പ്രഡിക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. 600 മില്യണോ അല്ലെങ്കിൽ 500 to 555 മില്യണോ വന്നാൽ തന്നെ സിനിമ ബ്രേക്ക് ഇവൻ ആയി. അപ്പൊ തന്നെ അത് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന്റെ കളക്ഷൻ ഓപ്പണിംഗ് വീക്കെൻഡിന്റെ കളക്ഷനോളം എത്തിക്കഴിഞ്ഞു. ഇപ്പൊ ഇന്ത്യയിലും ഇതേപോലെ തന്നെയാണ്. സ്പൈഡർമാൻ ഫസ്റ്റ് ഡേ തന്നെ ഇതിന് 55 to 60 കോടി കളക്ഷൻ പ്രതീക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. കേരളത്തിലും 1 ഫാൻ ഫോളോവിങ്, 25 കോടി പ്രീ സെയിൽ തന്നെ ടിക്കറ്റ് തൂക്കിയിരിക്കുകയാണ് ഇപ്പൊ സ്പൈഡർമാൻ.
അപ്പോൾ ഡൂംസ്ഡേ വരുന്നവരിക്കും മാർവലിന്റെ ഏറ്റവും വലിയ ഒരു ഓപ്പണിംഗ് വീക്കെൻഡ് കളക്ഷൻ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ ആയിരിക്കും എന്നുള്ള ഒരു സംശയമില്ല. അവസാനം വന്ന സ്പൈഡർമാൻ നോവേ ഹോമിന്റെ ഇവന്റ്സ് കഴിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു പീരീഡിലാണ് ഈ സിനിമ നടക്കുന്നത്. ഡോക്ടർ സ്ട്രേഞ്ചിന്റെ അവസാനത്തെ സ്പെല്ലിന് ശേഷം സ്പൈഡർമാൻ എന്ന് പറഞ്ഞ ആള് ആരാണെന്ന് ഒരാൾക്കും അറിയാതെ എന്ന് പറയില്ല ഇപ്പോ, എന്നാലും ഒരാൾക്കും അറിയാതിരിക്കുന്ന ഈ അവസരത്തിൽ ഉണ്ടാവുന്ന ഇവന്റ്സ് ആണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത്. അത് അയാളെ എന്താ പറയാ, അയാളത് മെന്റലി എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണമെന്നും കൂടി പടത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അതേമാതിരി പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൈഡർമാന്റെ മ്യൂട്ടേഷൻ, ഹ്യൂമൻ സ്പൈഡർ എന്നുള്ള തരത്തിലേക്ക് സ്പൈഡർമാൻ മാറുമോ എന്നുള്ള ഒരു ടെൻഷൻ എന്താ പറയാ വ്യൂവേഴ്സിന് കൊടുക്കുന്ന രീതിയിലാണ് ട്രെയിലർ ഇതാക്കിയിരിക്കുന്നത്. ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ടീസറിൽ തന്നെ കുക്കൂണ്ട് വരുന്നത്, അതുപോലെ തന്നെ ഓർഗാനിക് വെബ് ഷൂട്ടിംഗ് കിട്ടണതും ഒരു ഓവർ പവേർഡ് ആയിട്ടുള്ള സ്പൈഡർ, അതും ഹൾക്കിനൊക്കെ ഡിഫീറ്റ് ചെയ്യാൻ മാത്രം പവർഫുൾ ആയിട്ടുള്ള കാണിക്കുന്നത്. മാർക്ക് റഫലോട് ഇയാൾ ചോദിക്കുന്നുണ്ട് എങ്ങനെ മ്യൂട്ടേഷന്റെ ഇത് തടുത്ത് നിർത്താൻ വേണ്ടിട്ട് എന്താ ചെയ്തത്, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിർത്തി നെഗറ്റീവ് മൊത്തം ഒഴിവാക്കുക. അതപ്പോ വലിയൊരു സംഗതിയായിട്ട് ഇതിൽ വരാൻ ഭയങ്കരമായിട്ട് ചാൻസ് ഉണ്ട്. പല ആൾക്കാരും ഹ്യൂമൻ സ്പൈഡർ ഫോമിലേക്ക് ഇയാൾ പോവോന്നുള്ള ഒരു പേടിയിലാണ് എല്ലാവരും. ആ ഒരു മാൻ സ്പൈഡർ ഒരിക്കലും വരരുതെന്ന് ആഗ്രഹിക്കും, കാരണം അത് വന്നു കഴിഞ്ഞാൽ R-rated സ്പൈഡർ തന്നെ പിന്നെ